ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 54 വാക്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം. 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമിനോടൊക്കെയും, നിങ്ങൾ യോസേഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവീനെന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ടികശാലകളൊക്കെയും തുറന്നു. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിൻ്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനാണ് യോസേഫ്. വേദപുസ്തകത്തിലെ ഒരു അനുഗ്രഹീത കഥാപാത്രമാണ് യോസേഫ്. വിശുദ്ധിയുടെ പര്യായമാണ് യോസേഫ്. സ്നേഹത്തിൻ്റെ നിറകുടമാണ് യോസേഫ്. അപ്പൻ്റെ വത്സലപുത്രനാണ് യോസേഫ്. അപ്പൻ്റെ വാത്സല്യഭാജനമാണ് യോസേഫ്. അനുഗ്രഹീതനായൊരു പുരുഷനാണ് യോസേഫ്. കഷ്ടം കണ്ട പുരുഷനുമാണ്. ദുരിതം അനുഭവിച്ച പുരുഷനുമാണ്. യോസേപ്പിന് ജീവിതത്തിൽ ഏറെക്കാലം ദുരിതം, യാതന സഹിക്കേണ്ടി വന്നു. യോസേപ്പിൻ്റെ ജീവിതത്തിലെ ക്ഷാമകാലമായിരുന്നത്. യാതനകളേറെ സഹിച്ചു, ദുരിതങ്ങളേറെ വഹിച്ചു. 13 കൊല്ലം ഒരു കാരണവുമില്ലാതെ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു യുവാവാണ് യോസേഫ്. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഒട്ടുമല്ല. വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ ചില കുബുദ്ധികൾ യോസേപ്പിനെ കെണിവെച്ച് വീഴിച്ചതിൻ്റെ പിന്നിൽ അതുമൂലം യോസേപ്പ് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. യോസേപ്പിന് എന്നും എതിർപ്പുകളുണ്ടായിരുന്നു ജീവിതത്തിൽ. യോസേപ്പിന് എന്നും വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. യോസേപ്പിന് എന്നും കനത്ത ശത്രുത്വം നേരിടേണ്ടി വന്നു. നന്മയ്ക്ക് പലപ്പോഴും ശത്രുത്വം നേരിടേണ്ടി വരും. ദൈവികാനുഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ ആ ആളെ ശത്രു നോട്ടമിടും, ആ ആളെ ശത്രു ആക്രമിക്കാൻ നോക്കും. ദൈവിക അനുഗ്രഹം യോസേപ്പിനുണ്ടായിരുന്നു. ദൈവം യോസേപ്പിനെ മുൻ കണ്ടിരുന്നു. യോസേപ്പിനെ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം കരുതിയിരുന്നു. യോസേപ്പിൽ നിന്നുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ക്ഷാമം മാറ്റാൻ ദൈവം കരുതിയിരുന്നു. ക്ഷാമം മാറ്റാൻ ദൈവം യോസേപ്പിനെ ഉപയോഗിക്കുന്നുവെന്ന് ദൈവം കണ്ടു എന്ന് മാത്രമല്ല, അത് പിശാചും അറിഞ്ഞു. അന്നു മുതലേ പിശാച് യോസേപ്പിനെ ആ സ്ഥാനത്ത് എത്തിക്കരുത് എന്ന നിർബന്ധത്തോടെ യോസേപ്പിനെ തകർക്കാൻ നോക്കി, യോസേപ്പിനെ നശിപ്പിക്കാൻ നോക്കി. സ്നേഹിതരെ, ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കനത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത്. ദൈവം നിങ്ങളിൽ നിന്നുകൊണ്ട് ചില വൻകാര്യങ്ങൾ നിവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില ശത്രുത്വങ്ങൾ നേരിടേണ്ടി വരുന്നത്. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾക്ക് അനുഗ്രഹം ലഭിക്കാൻ ദൈവം പ്രതീക്ഷ വെച്ചിരിക്കുന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കനത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത്. യോസേപ്പിൻ്റെ സ്വന്തം സഹോദരന്മാർ യോസേപ്പിനെതിരെ ഗൂഢാലോചന ചെയ്തു. യോസേപ്പിനെ അവരെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. 17 വയസ്സുള്ള കിളുന്ത് യുവാവിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. യോസേപ്പിൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞെടുത്തിട്ടാണ് യോസേപ്പിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടത്. അപ്പൻ വാത്സല്യപൂർവ്വം യോസേപ്പിന് വാങ്ങിച്ചു കൊടുത്തിരുന്ന വിശേഷ വസ്ത്രം യോസേപ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ട് യോസേപ്പിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്നാണ് വേദപുസ്തകം പറയുന്നത്. യോസേപ്പ് കരഞ്ഞു, കെഞ്ചി നിലവിളിച്ചു. ചേട്ടന്മാരുടെ പേര് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷേ അവർ കേട്ടമട്ട് കാണിച്ചില്ല. ശത്രുക്കൾ പെരുകി. സ്വന്തം ഭവനത്തിൽ ശത്രുത്വം പെരുകി. സ്വന്തം ഭവനത്തിൽ തന്നെ സ്വന്തം സഹോദരന്മാർ തന്നെ. യോസേപ്പിൻ്റെ സഹോദരന്മാർ 10 പേരും യോസേപ്പിനെതിരായി ഗൂഢാലോചന ചെയ്തു. ഇതെല്ലാം ചരിത്രത്തിൽ അറിയാവുന്ന വസ്തുതകളാണ്. തിരുവചനം വായിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ തൊട്ട് പറഞ്ഞു പോകട്ടെ, യോസേപ്പ് അവിടെ പൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുമ്പോൾ അപ്പോഴുണ്ട്
ആ തീരത്തുകൂടെ, ആ പൊട്ടക്കിണറ്റിൻ്റെ അരികത്തുകൂടെ ഒരു പറ്റം കച്ചവടക്കാർ പോകുന്നു, അടിമ കച്ചവടക്കാർ. അടിമ വ്യവസായമുള്ള കാലമായിരുന്നു. മനുഷ്യരെ കന്നുകാലികളെപ്പോലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കാലമായിരുന്നു. അടിമ വ്യവസായത്തിന് അടിമകളെ കൊണ്ടുപോകുന്ന കാലത്ത് യൗസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് അവർക്ക് വിൽക്കാമെന്ന് സഹോദരന്മാർ വിചാരിച്ചു. അതിന് യൗസേപ്പിന് കിട്ടുന്ന വില എന്തായെന്നവരെ വില പേശി. അവസാനം വില പറഞ്ഞൊത്തു 20 വെള്ളിക്കാശ്. 20 വെള്ളിക്കാശ് അവരോട് വാങ്ങി യൗസേപ്പിൻ്റെ സഹോദരന്മാരെ പൊട്ടക്കിണറ്റിൽ നിന്ന് അവരെ പൊക്കിയെടുത്ത് അവർക്ക് പിടിച്ചു കൊടുത്തു. ഞാൻ പലപ്പോഴും ആ രംഗം മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ പാടെ, അവരുടെ സ്വന്തമായി, അവരുടെ സ്വത്തായി അവർക്ക് കിട്ടിയ പാടെ അവർ യൗസേപ്പിൻ്റെ തുടയിൽ ഇരുമ്പ് വഴിപ്പിച്ചു വെച്ചു, അടയാളം വെച്ചു, ചൂടടയാളം വെച്ചു. അവരുടെ ആ കച്ചവട സംഘത്തിൻ്റെ അവരുടെ മുദ്രയാണ്, അവരുടെ അടയാളമാണ് യൗസേപ്പിനെ മേലിട്ടത്. അവരുടെ വകയാണ് തെളിയിക്കാൻ. പാവം ചെറുപ്പക്കാരൻ്റെ മാംസം വെന്തുരുകിയാൽ അവർക്കെന്ത് ഛേദമൊന്നുമില്ലല്ലോ. അവർ 20 വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, വിലയ്ക്ക് വാങ്ങിയ വസ്തുവല്ലേ, വിലയ്ക്ക് വാങ്ങിയ ഒരു സാധനം, അല്ലാതെ ഒരു മനുഷ്യജീവിയായിട്ട് കാണുന്നില്ല. യൗസേപ്പിൻ്റെ ശരീരത്തിൽ ചുട്ടുപഴുത്ത് ഇരുമ്പ് പഴിപ്പിച്ച് വെച്ച് യൗസേപ്പിനെ പൊള്ളിച്ച് അടയാളമുണ്ടാക്കി അവർ യൗസേപ്പിനെ വലിച്ചഴിച്ചു കൊണ്ട് പോയി. യൗസേപ്പ് തിരിഞ്ഞു നിന്ന് സഹോദരന്മാരെ പേര് പറഞ്ഞ് വീണ്ടും കെഞ്ചി പ്രാണവേദനയോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്നെ അയക്കല്ലേ, എന്നെ അയക്കല്ലേ എന്ന്. അവർ തീരെ ഗവനിച്ചില്ല. അവരല്ല, അവരുടെ പിന്നിൽ ഒരു പൈശാചിക സൈന്യമായിരുന്നു. അവരുടെ പിന്നിൽ ഒരു ദുരാത്മസേനയായിരുന്നു. ഈ ദുരാത്മസേനയുടെ ഉദ്ദേശം ദൈവം യൗസേപ്പിൽ വെച്ചിരിക്കുന്ന പദ്ധതി നിറവേറരുത്, യൗസേപ്പിൽ ദൈവം വെച്ചിരിക്കുന്നതായ പ്ലാൻ നിറവേറരുത്. അതിനുവേണ്ടി അവൻ്റെ സ്വന്തം സഹോദരന്മാരിൽ കൂടി പിശാച് പരിശ്രമിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിൽ പലരും പലതരത്തിൽ എതിർപ്പുകൾ നേരിടുന്നുണ്ടാകും. സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ടാകും, കഷ്ടങ്ങൾ വരുന്നുണ്ടാകും. സ്വന്തം വീട്ടിൽ കുത്തിത്തിരിപ്പുകളുണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾക്ക് വലിയ എതിർപ്പുകളുണ്ടാകും. അവിടെ ഗ്രൂപ്പ് കളികളുണ്ടാകും. അവിടെ ഗ്രൂപ്പിസത്തിൻ്റെ ഇരയായി നിങ്ങൾ തീരേണ്ടി വരുമായിരിക്കും. നിങ്ങൾ ചില പ്രത്യേക സംഘടനകളുടെ വിധേയത്വത്തിൽ പെടാത്തതുകൊണ്ട് നിങ്ങളെ ചിലർ ഒറ്റപ്പെടുത്തിയെന്ന് വരും. പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ആ മനുഷ്യരല്ല, അതിൻ്റെ പിന്നിൽ ഒരു ദുരാത്മസേനയാണുള്ളത്. നിങ്ങളെ നശിപ്പിക്കാനുള്ള പിശാചിൻ്റെ പരിശ്രമം. ദൈവത്തിന് നിങ്ങളെ ഒരു ഉയർന്ന സ്ഥാനത്തെത്തിക്കുവാനുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിങ്ങൾ എത്തരുത് എന്നുള്ള പൈശാചികൻ്റെ ഉദ്യമം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിനെ കച്ചവടക്കാർ കൊണ്ടുപോയി. ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവർ അങ്ങ് ദൂരെ പലസ്തീനിൽ നിന്ന് ദൂരെ മിസ്രയീമിൽ, ഈജിപ്തിൽ യൗസേപ്പിനെ എത്തിച്ചു. ഈജിപ്തിൽ ഫറോ രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ യൗസേപ്പിനെ വിറ്റു. കച്ചവടക്കാർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ, പൈസയ്ക്ക് യൗസേപ്പിനെ വിറ്റു. സ്വന്തം സഹോദരന്മാരെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല എന്ന് കണ്ടതുകൊണ്ട് പിശാച് നിരാശപ്പെട്ടില്ല, പിശാച് തളർന്നില്ല. ഇനിയും അവനെ എങ്ങനെ നശിപ്പിക്കേണ്ടു എന്നാണ് പിശാചിൻ്റെ ഉദ്യമം. അവനെ ശാരീരികമായി കൊല്ലാൻ പറ്റിയില്ല, എന്നാൽ അവനെ ആത്മീയമായി കൊല്ലണം. ആത്മീയമായി കൊല്ലണം. അതിന് ഇവനെക്കൊണ്ട് പാപം ചെയ്യിക്കണം. ഇതാണ് പിശാചിൻ്റെ ഉദ്യമം. അതിന് പിശാച് പൊത്തിഫേറിൻ്റെ ഭാര്യ എന്ന സുന്ദരിയായ സ്ത്രീയെ പിശാച് ഉപയോഗിച്ചു. പൊത്തിഫേറിൻ്റെ ഭാര്യയെ യൗസേപ്പിൻ്റെ ജീവിതത്തെ തകർക്കാൻ പിശാച് ഉപയോഗിച്ചു. ആ സ്ത്രീ യൗസേപ്പിൻ്റെ മേൽ കണ്ണുവെച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ സ്ത്രീ യൗസേപ്പിനെ തെറ്റിലേക്ക് വശീകരിക്കാൻ ശ്രമിച്ചു, യൗസേപ്പിനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യൗസേപ്പ് എപ്പോഴും ദൈവഭക്തിയുള്ളവനായിരുന്നു. യൗസേപ്പിന് ബാല്യം മുതലേ ഒരു ദൈവവിചാരം ഉണ്ടായിരുന്നു. അവൻ്റെ ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചു പോയതുകൊണ്ട്, അപ്പൻ്റെ പ്രത്യേക പരിഗണനയിൽ വളർന്നു വന്നതുകൊണ്ട് അപ്പൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അവൻ അറിഞ്ഞിരുന്നു. അപ്പൻ ആരാധിക്കുന്ന ദൈവത്തെ അവൻ അറിഞ്ഞിരുന്നു. അവന് ദൈവഭയം ഉണ്ടായിരുന്നു. മനുഷ്യല്ല അവന് ഭയം, അവന് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് അവിടെ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വിശ്വസ്തയോടെ നിന്നു, വിശുദ്ധിയോടെ നിന്നു. ആ സ്ത്രീ പലവട്ടം പ്രേരിപ്പിച്ചു, പക്ഷേ യൗസേപ്പ് തെറ്റിൽ വീണില്ല. എന്നാൽ ഒരവസരത്തിൽ വളരെ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം അവിടെ കിടപ്പറയിലേക്ക് അവൻ ഏതോ ഒരു ജോലിക്കെന്നതുപോലെ വിളിച്ചു. അടിമയല്ലേ, വേലക്കാരനല്ലേ, അനുസരിക്കണ്ടേ, അവൻ പോകേണ്ടി വന്നു. അപ്പോൾ അവൾ അവനെ അരുതാത്തതിന് നിർബന്ധിച്ചു. പക്ഷേ ആ ചെറുപ്പക്കാരൻ
പെട്ടെന്ന് അവിടെ നിന്ന് വഴുതി മാറാൻ നോക്കി. അവൾ അവൻ്റെ ഉടുവസ്ത്രത്തിൽ പിടിച്ചു. വസ്ത്രം ഉറിഞ്ഞു പോയാലും ശരി, പാപം ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ അവൻ അവിടെ നിന്ന് ഓടി. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ നിരാശയും ഒപ്പം അമർഷവും കലർന്ന് യൗസേപ്പിനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി. യൗസേപ്പിനെക്കുറിച്ച് അപവാദം പറഞ്ഞത് ആ സ്ത്രീയാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ പിശാചാണ്. യൗസേപ്പിനെ തകർക്കാൻ നോക്കിയിട്ട്, ആത്മീയമായി കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി അവനെ ഭൗതികമായി തന്നെ നശിപ്പിക്കണം നമ്മൾ തീരുമാനിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ അടിമ ചെറുക്കനുണ്ടല്ലോ, അവൻ എന്നെ അവമാനിക്കാൻ വന്നു. ഇല്ലില്ല, അവൻ അവമാനിക്കാനൊന്നും വരുന്നവനല്ല, എനിക്കറിയാം. അവൻ നല്ല യുവാവാണ്, നല്ല സ്വഭാവശുദ്ധിയുള്ളവനാണ്, എനിക്കറിയാമല്ലോ. പൊത്തിഫേർ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, നോക്ക്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? നോക്കൂ, ഇവിടെ വരൂ, നമ്മുടെ ഈ കിടപ്പുറിയിൽ നോക്കൂ, അവൻ്റെ ഉടുവസ്ത്രമല്ലേ ഈ കിടക്കുന്നത്. നിങ്ങൾക്കിപ്പോഴെങ്കിലും മനസ്സിലായോ? തൊണ്ടി മുതൽ കണ്ടു. ആ പൊത്തിഫേർ വിശ്വസിച്ച് പോകേണ്ടി വന്നു, വിശ്വസിക്കേണ്ടി വന്നു പോയി. നോക്കണേ, സാഹചര്യങ്ങളെല്ലാം പിശാച് കണിയൊരുക്കി യൗസേപ്പിനെ വലിയ കണിയിലാക്കി. പൊത്തിഫേറിന് ദേഷ്യം വന്നു, അവന് വൈരാഗ്യം വന്നു, അമർഷം കൊണ്ട് യൗസേപ്പിനെ കാരാഗ്രഹത്തിലാക്കി. നിരപരാധിയായ യുവാവ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവൻ ദൈവത്തെ മറന്നില്ല. പൊട്ടക്കിണറ്റിൽ ദൈവത്തെ മറന്നില്ല. അടിമക്കച്ചവക്കാരുടെ കൂടെ ജീവിച്ചപ്പോൾ ദൈവത്തെ മറന്നില്ല. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്തെ മറന്നില്ല. അവൻ അവിടെ ജയിലിലായിരുന്നപ്പോഴും ദൈവത്തെ മറന്നില്ല. 13 കൊല്ലത്തെ ജയിൽവാസം, ജീവിതത്തിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും പേറിയുള്ള അലച്ചിലിൻ്റെ ജീവിതം, യാതനകളുടെയും വേദനകളുടെയും ജീവിതം, ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റാരോപണങ്ങളുടെയും ജീവിതം, ഏറ്റവും വേദനിച്ച് പുളയുന്ന ജീവിതം. എന്നാൽ യൗസേപ്പ് അപ്പോഴെല്ലാം ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട് എന്ന് യൗസേപ്പ് കണ്ടുകൊണ്ടിരുന്നു. സത്യം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് യൗസേപ്പ് കണ്ടുകൊണ്ടിരുന്നു. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ജീവിതം കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് എൻ്റെ പ്രതിബദ്ധത, ആ ദൈവത്തോടാണ് എൻ്റെ കടപ്പാട്. എൻ്റെ ദൈവം ദുഃഖിക്കാൻ ഇടവരികയില്ല. യൗസേപ്പിന് ഉറപ്പുണ്ട്, ഒരു കാരണവശാലും എന്നെ സ്നേഹിച്ച് ഇത്രത്തോളം എത്തിച്ച എൻ്റെ ദൈവം വ്യസനിക്കാൻ ഇടവരുത്തുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് കാരാഗ്രഹത്തിൽ ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ, മറ്റ് തടുപുള്ളികളുടെ പരിഹാസമെല്ലാം ഏറ്റ് എല്ലാവരും കളിയാക്കുന്നു, എല്ലാവരും പരിഹസിക്കുന്നു. യൗസേപ്പ് കാരാഗ്രഹത്തിൽ കിടന്നു. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ സുഖത്തിന് ക്ഷാമം, സന്തോഷത്തിന് ക്ഷാമം, സമാധാനത്തിന് ക്ഷാമം, അപ്പൻ്റെ കൂടെയുള്ള സഹവാസത്തിന് ക്ഷാമം. അമ്മ മരിച്ചുപോയി, ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ 2ാം പ്രസവത്തോടുകൂടി അമ്മ മരിച്ചുപോയി. റാഹേൽ 2ാം പ്രസവത്തോടെ മരിച്ചു പോയിരുന്നു. ബാല്യം മുതലേ ഒരൊറ്റപ്പെട്ട അനുഭവം, ബാല്യം മുതലേ ദുഃഖം പൂണ്ട ജീവിതം, ബാല്യം മുതലേ യാതനയേറ്റ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളാരെല്ലാം ഇതുപോലെ ബാല്യം മുതലേ ദുഃഖത്തിൻ്റെ കഥകളും പേറി ജീവിക്കുന്നുണ്ട്. ബാല്യം മുതലേ യാതനകളേറ്റ് കഴിയുന്നവരുണ്ട്. ബാല്യം മുതലേ ദുഃഖം മാത്രം ആകത്തുകയായി ജീവിച്ചു പോകുന്നവരുണ്ട്. കഷ്ടപ്പാടിൽ കൂടി ജീവിച്ചവർ, യാതനയേറ്റ് വലഞ്ഞവർ, രോഗത്തിൻ്റെ പീഡയിൽ ഉഴറി ഉലഞ്ഞവർ, ജീവിതത്തിൽ അനേകം വേദനാവിഷയങ്ങളേറ്റ് വലഞ്ഞു പോയവർ, പ്രതിസന്ധികളിൽപ്പെട്ട് ഉലഞ്ഞു പോയവർ, മുന്നോട്ട് പോകാൻ വഴി കാണാതെ വിഷമിച്ചു പോയവർ, ഒരു മുന്നേറ്റം കിട്ടാതെ വലഞ്ഞു പോയവർ, ഒരു കരയേറ്റമില്ലാതെ വിഷമിച്ചു പോയവർ, തൊട്ടതെല്ലാം വിനയായി തീർന്നവർ, ഒരിടത്തൊരു കരയേറ്റം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് കരഞ്ഞവർ. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഓർക്കൂ, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ മറക്കുന്നില്ല, അവൻ മറന്നു നിൽക്കുന്നുമില്ല. എല്ലാം കണ്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ യൗസേപ്പിനെ ദൈവം മറന്നിട്ടില്ല, മറക്കുകയുമില്ല. സ്നേഹിത, നീ വിശ്വസിക്കൂ, ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിൻ്റെ കാര്യം അറിയുന്നുണ്ട്. നീ വിശ്വസ്തയോടെ നിന്നെങ്കിൽ അത് ദൈവം കണക്കെടുത്തിട്ടുണ്ട്. നീ വിശുദ്ധനായി നിന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ കുറ്റമറ്റ് നിന്നെങ്കിൽ അത് ദൈവം കണക്കിലെടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഒന്നും മറക്കുന്നില്ല, ഒന്നും ആയുന്നില്ല. ദൈവസന്നിധിയിലെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്ന ഒരു ദൈവം, ജീവനുള്ള ക്രിസ്തു. സ്നേഹിത, നിൻ്റെ ഹൃദയം കാണുന്നു. സഹോദരി, നിൻ്റെ ഹൃദയം കാണുന്നു. മകളെ, നിൻ്റെ ഉള്ളത്തിൻ്റെ വെളിവ് ദൈവം കാണുന്നു. നിൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചം കർത്താവ് കാണുന്നു. നിൻ്റെ ജീവിതത്തിലെ വിശ്വസ്തത കർത്താവ് കാണുന്നു. തെറ്റ് പറ്റരുത് എന്നുള്ള നിൻ്റെ നിർബന്ധം കർത്താവ് കാണുന്നു.
ദൈവം അത് മാനിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം മാനിക്കുന്ന ഏറ്റവും വലിയ സ്വഭാവ ഗുണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പ്രാപിക്കുക, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിക്കുക, ദൈവത്തിൻ്റെ ഛായ പ്രാപിക്കുക, ദൈവത്തിൻ്റെ വിശുദ്ധനായി തീരുക, ദൈവത്തിൻ്റെ ശുദ്ധിമതിയായി തീരുക, ദൈവത്തിന് അതേ പ്രതിമയായി തീരുക. പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് അനുഭവത്തിലാക്കാൻ വളരെ പ്രയാസമാണ്. ദൈവം സ്നേഹിക്കുകയും ദൈവം കരുതുകയും ചെയ്യും ദൈവമക്കൾ. അവർ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പ് വിശ്വസ്തയോടെ നിന്നു. യൗസേപ്പിന് ഏറെ ക്ഷാമമുണ്ടായി ആ കാലങ്ങളിൽ. എന്നാൽ ക്ഷാമം മാറും, സത്യം വെളിപ്പെടും. സത്യത്തെ എന്നും മൂടി വയ്ക്കാൻ പറ്റുകയില്ല. സത്യത്തെ ക്രൂശിക്കാം, പക്ഷേ സത്യം ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. സത്യത്തെ ക്രൂശിക്കാം, സമ്പൂർണ്ണ സത്യം ഒന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉള്ളത്തിൽ തൊട്ട് പറയട്ടെ, സത്യമെന്നൊന്നുണ്ട്. അതിനെ ക്രൂശിക്കാം, പക്ഷേ ക്രൂശിച്ചാലും സത്യം ഉയർത്തെഴുന്നേൽക്കും. സത്യത്തെ മറച്ചു പിടിക്കാം, പക്ഷേ സത്യം വെളിപ്പെടും. യൗസേപ്പിൻ്റെ നിരപരാധിത്വം വെളിപ്പെട്ടു. വളരെ അത്ഭുതകരമായിട്ടാണ് ഇതെല്ലാം നടന്നത്. സാഹചര്യങ്ങൾ കൂടി കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വന്നു. യൗസേപ്പിനെ കൊട്ടാരത്തിലേക്ക് വരുത്തി, ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ഫറവോ യൗസേപ്പിനെ അങ്ങ് ഉയർത്തി. യൗസേപ്പിനെ ഫറവോനോട് തുല്യനാക്കി. ഫറവോനോട് സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറയിപ്പിച്ചു. ദൈവം പറയിപ്പിച്ചതാണ്. നീ എന്നോട് സമനായിരിക്കും. ലോകത്ത് അന്ന് സംസ്കാരത്തിൻ്റെ കേദാരമായ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ആ കേന്ദ്ര ബിന്ദുവായ ഈജിപ്തിലെ ഫറവോ രാജാവ് യോസേപ്പിനെ വിളിച്ച് അടുത്ത് വരുത്തിയിട്ട് പറയുന്നു, നീ എന്നോട് സമനായിരിക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ഉന്നതനായിരിക്കും, സകല അധികാരവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഈ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ദിവസം വായിക്കുമ്പോൾ കാണാം, ഈ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. 41 അധ്യായം 38 വാക്യം മുതൽ വായിക്കാം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നുവെന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമൂരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഇങ്ങനെ യൗസേപ്പിനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. വർഷങ്ങൾ കടന്നുപോയിരുന്നു. 13 കൊല്ലം ജയിലിൽ, പിന്നീട് ഒരു 7 കൊല്ലം സുഭിക്ഷകാലം, പിന്നീട് വേറൊരു 7 കൊല്ലം ദൗർഭിക്ഷ്യത്തിൻ്റെ കാലം, ക്ഷാമത്തിൻ്റെ കാലം. ഇപ്പോൾ കാലം മുന്നോട്ട് പോയി. 14, 13, 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പനായ യാക്കോബിനെ വിട്ടിട്ട് 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. യൗസേപ്പിനിപ്പോൾ 44 വയസ്സായിരിക്കുന്നു. 17-ാമത്തെ വയസ്സിൽ അപ്പനെ വിട്ട് പോയതാണ്. അപ്പൻ വിചാരിച്ചു യൗസേപ്പ് മരിച്ചുപോയി എന്ന്, ഏതോ ദുഷ്ടമൃഗം തിന്നുപോയി എന്ന്. യൗസേപ്പിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. നാളുകൾ കരഞ്ഞുകൊണ്ടിരുന്നു. എന്ന് തുടങ്ങിയതാണ് യാക്കോബിൻ്റെ കരച്ചിൽ. ഭാര്യ മരിച്ചപ്പോൾ കരഞ്ഞു. റാഹേൽ മരിച്ചപ്പോൾ ബേത്ത്ലേഹേമിലേക്ക് പോകുന്ന വഴിയിൽ എഫ്രാത്തയിൽ വെച്ച് ഭാര്യ മരിച്ചു. 2-ാമത്തെ പ്രസവത്തോടെ മരിച്ചു. കുഞ്ഞിനെ കിട്ടി, ബെന്യാമീനെ കിട്ടി, പക്ഷേ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചപ്പോൾ വഴിയോരത്ത് അവളെ അടക്കം ചെയ്തു. അവിടെ ഒരു കല്ലറത്തൂൺ നാട്ടി റാഹേലിൻ്റെ കല്ലറത്തൂണെന്ന് പേരിട്ടു. യാക്കോബിനെ യാത്ര തുടർന്നു. ചോരക്കുഞ്ഞിനെയും കയ്യിലേന്തി യാക്കോബ് മറ്റു എല്ലാവരോടും ഒരുമിച്ച്, വേലക്കാരോടും ആടുമാടുകളോടും സകലരോടും ഒരുമിച്ച് യാക്കോബ് മുന്നോട്ട് നീങ്ങി. ദുഃഖം മാത്രമുള്ള യാക്കോബ് കഴിഞ്ഞ 27 കൊല്ലമായി അതിദുഃഖത്തോടെ കഴിയുകയാണ്. യാക്കോബ് യൗസേപ്പിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ യൗസേപ്പോ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയായി കഴിയുകയാണ്. മൈലുകൾക്കപ്പുറത്താണ് യൗസേപ്പ്. യാക്കോബ് അങ്ങ് ഫലസ്തീനിലാണ്, കനാനിലാണ്. എന്നാൽ യൗസേപ്പ് മിസ്രയീമിലാണ്, ഈജിപ്തിലാണ്.
ഈജിപ്തിൽ വളരെ ഉന്നതമായ അധികാരത്തോടെ, രാജകീയ പ്രൗഢിയോടെ, രാജകീയ അന്തഃപുരത്തിൽ, രാജകീയ അരമനയിൽ സസുഖം വാണരുളുകയാണ്. വലിയ ഭരണകർത്താവായി പ്രശോഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ദേശത്തൊക്കെയും ക്ഷാമം ഉണ്ടായത്. ദേശത്തെല്ലാം ക്ഷാമം. നമ്മുടെ വിഷയം ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്നവനെന്നാണ്. ദേശത്തെല്ലാം ക്ഷാമം. ജനം നിലവിളിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയമായ ക്ഷാമം വന്നിരിക്കുന്നു. നാഥ, എനിക്ക് ആത്മീയമായ ക്ഷാമം വന്നിരിക്കുന്നു. എൻ്റെ ആത്മാവിന് കേട് വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നൊരു ഉറപ്പെനിക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടല്ലോ. സ്നേഹിതരെ, നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ളവരാണല്ലോ, നിങ്ങൾക്ക് ചിന്താശക്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇച്ഛാശക്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ആലോചനാശക്തിയുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, ഇന്നത്തെ സ്ഥിതിയിലാണ് എങ്കിൽ, ഇന്നത്തെ പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷാമത്തിലല്ലയോ, നിങ്ങൾ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ലല്ലോ. നിങ്ങൾ ഇന്നത്തെ സ്ഥിതിയിൽ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ലല്ലോ. ഒരുത്തൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് കരുണയുള്ള കർത്താവ് പറഞ്ഞു. പുതുതായി ജനിച്ചുവോ? പഴയ മനുഷ്യൻ തന്നെയല്ലയോ ഇന്ന്? പഴയ കോപം തന്നെയല്ലയോ ഇന്ന്? പഴയ മദ്യപാനശീലം ഇന്നും വിട്ടിട്ടില്ലല്ലോ. പഴയ വഴക്കും പിണക്കവും മാറിയില്ലല്ലോ. പഴയ കലഹം മാറിയില്ലല്ലോ. പഴയ ദ്രവ്യാഗ്രഹം മാറിയില്ലല്ലോ. പഴയ സ്വാർത്ഥത മാറിയില്ലല്ലോ. പഴയ വീട്ടിലെ അമ്മായിയമ്മ പോരും മാറിയില്ലല്ലോ. പഴയ വീട്ടിലെ സഹോദരന്മാർ തമ്മിലുള്ള ഇഷ്ടക്കേടും മുഷിച്ചിലും മാറിയില്ലല്ലോ. ഇന്ന് പുറമേ ചിരിക്കുന്നുണ്ട്, പുറമേ വർത്തമാനം പറയുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ പാരുഷ്യമുണ്ടല്ലോ, ഉള്ളിൽ കയ്പുണ്ടല്ലോ, ഉള്ളിൽ നീരസമുണ്ടല്ലോ. ഇന്ന് ഹൃദയത്തിൽ സ്വസ്ഥതയില്ലല്ലോ. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ നീ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല. നീ കൊടിയ ക്ഷാമത്തിലാണ്, ആത്മീയമായ ക്ഷാമത്തിലാണ്, ആത്മീയമായ വറുതിയിലാണ്. ആത്മീയമായ വറുതിയിൽ കഴിയുന്നതുകൊണ്ട് നീ കരയേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് നീ കരഞ്ഞ് നിലവിളിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നീ കരയുക. നാഥ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം, എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം, സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ അരുമകരം കർത്താവെ രോഗിയുടെ മേൽ വെച്ചതിനായി സ്തോത്രം, സൗഖ്യം പകർന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.